മദ്യപാനം മൂലമുണ്ടാകുന്ന കരൾ രോഗങ്ങൾക്ക് പുറമെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസസ് അഥവാ മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന കരൾ രോഗങ്ങൾ. ഇതിനെക്കുറിച്ച് സീനിയർ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റും കരൾമാറ്റ ശസ്ത്രക്രിയാ വിദഗ്ധനുമായ ഡോക്ടർ ഹരികുമാർ ആർ നായർ വാർത്താ തരംഗിണിയോട്. കരൾ രോഗങ്ങൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അധികരിച്ചു വരുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. കരൾ രോഗകാരണങ്ങളിൽ മദ്യപാനം മൂലം ഉള്ള കരൾ രോഗങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് അത്രത്തോളം തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും പെരുകി വരുന്നതായിട്ട് കാണാം. അമിതാഹാരം കാരണം അമിതവണ്ണം ഉണ്ടാകുന്നു. ആ കൂടുതൽ കഴിക്കുന്ന ഭക്ഷണോർജ്ജം കത്തിച്ച് കളയാൻ തക്കവണ്ണം ശാരീരിക അധ്വാനം ചെയ്യാതെ വരുമ്പോൾ ആ ഭക്ഷണത്തിലെ ഊർജ്ജം കൊഴുപ്പായി രൂപാന്തരപ്പെട്ട് ശരീരത്തിൽ എമ്പാടും അടിയുകയും അതോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങളിൽ അടിയുകയും ചെയ്യുന്നു. ഈ ആന്തരിക അവയവങ്ങളിൽ ഏറ്റവും അധികം ഈ പ്രക്രിയയിൽ ദോഷം സംഭവിക്കുന്നത് കരളിനാണ്. കരളിലേക്കാണ് ഏറ്റവും അധികം കൊഴുപ്പടിയുക. അതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. കൂടാതെ ചില ജനിതക കരൾ രോഗങ്ങളുണ്ട്. വൈറസുകൾ മൂലം ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയ വൈറസുകൾ മൂലവും കരൾ രോഗങ്ങൾ വരാറുണ്ട്. പ്രധാനമായിട്ടും കരൾ സിറോസിസിലേക്കാണ് ഇവയെല്ലാം നയിക്കുക. കരൾ ക്യാൻസറും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സാ സംബന്ധമായി നോക്കുകയാണെങ്കിൽ കരൾ രോഗശാസ്ത്രത്തിലെ ഒരു പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ കരൾ രോഗകാരണങ്ങൾ 10, 20 അതിലധികമോ വർഷമെടുത്താണ് അവസാന ഘട്ട കരൾ രോഗത്തിൽ എത്തുന്നത്. സിറോസിസും കടന്ന് കരൾ ക്യാൻസറിലെത്തി കരൾ മാറ്റിവെക്കലിലേക്ക് പോകുന്നത് വാസ്തവത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. ആ നിശബ്ദാവസ്ഥയിൽ ഇരിക്കുന്ന സമയമാണ് നമുക്ക് പരിപൂർണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നത്. പക്ഷേ നിശബ്ദാവസ്ഥയിൽ പലപ്പോഴും നമുക്കിതിനെ കണ്ടെത്താൻ കഴിയാറില്ല. അതിനുള്ള സ്ക്രീനിങ് പരിശോധനകൾ, ഫൈബ്രോസ്കാൻ പോലെയുള്ള പരിശോധനകൾ നമ്മൾ ചെയ്യാറില്ല. ഇനിയും കരൾ മാറ്റിവെക്കലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 2 തരം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണുള്ളത്. മസ്തിഷ്ക മരണത്തിന് ശേഷം ഉണ്ടാകുന്ന അവയവദാനം, ആ അവയവം സ്വീകരിക്കുന്ന ആ ട്രാൻസ്പ്ലാന്റ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ ഡെഡ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. ജീവനുള്ള ഒരു വ്യക്തി, അത് തൻ്റെ ബന്ധുവായിരിക്കും പലപ്പോഴും, ആ ബന്ധു കരളിൻ്റെ ഒരു ഭാഗം പകുത്തു നൽകുന്ന ശസ്ത്രക്രിയാ രീതിയെ ലിവിംഗ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തിക്ക് കരൾ മാറ്റിവെക്കണമോ എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം, ആ കരൾ രോഗത്തിൻ്റെ ഘട്ടം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് ഉറപ്പാക്കാനുള്ള പരിശോധനകളും മെൽഡ് സ്കോർ എന്ന് പറയുന്ന രക്തത്തിലെ ബിലിറൂബിൻ്റെയും ക്രിയാറ്റിൻ്റെയും ഒക്കെ അളവ് ചേർത്ത് വെച്ചുണ്ടാകുന്ന ഒരു ഫോർമുലയാണ് മെൽഡ് സ്കോർ. അത് 15 മുകളിലാണ് എന്ന് ഉറപ്പുവരുത്തുക. പ്രധാനമായും മദ്യത്തിൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്തുക, കഴിക്കുന്ന ഭക്ഷണത്തിനനുസൃതമായി എക്സസൈസ് ചെയ്യുക, ശാരീരിക അധ്വാനം ചെയ്യുക. കരൾ രോഗ സാധ്യതയുള്ള വ്യക്തികൾ, പ്രമേഹം, കൊളസ്ട്രോളിൻ്റെ അധികരിച്ച അവസ്ഥ, രക്താതിസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളുള്ള ആളുകൾ 40 വയസ്സിന് ശേഷം ഫൈബ്രോസ്കാൻ പോലുള്ള സ്ക്രീനിംഗ് പരിശോധനകൾക്ക് വിധേയരാകുക.